പത്തനംതിട്ടയിൽ വന്യജീവി ആക്രമണത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കണമല ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് പ്രതിഷേധമുണ്ടാവുന്നത്. അതേസമയം തുലാപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കും. ബിജുവിന്റെ മകന് സർക്കാർ ജോലി നൽകാമെന്ന ധാരണയിൽ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് വീട്ടുമുറ്റത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ബിജു കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഈ നാട്ടുകാരുടെ പ്രതിഷേധം താൽക്കാലികമായിട്ടായിരിക്കും അവസാനിച്ചത്, പക്ഷേ പ്രതിഷേധം തുടരാൻ സാഹചര്യമുണ്ടെന്ന് രാവിലെ തന്നെ മിഥുൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ കണമല ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു എന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ച പോലെയാണ്, പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ബിജുവിന്റെ കുടുംബത്തിന് ഒരു കൈത്താങ്ങായി സർക്കാർ ബിജുവിന്റെ മകന് ജോലി നൽകാമെന്നൊരു വാഗ്ദാനമൊക്കെ മുന്നോട്ട് വെച്ച സാഹചര്യവുമുണ്ട്. എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി, കണമല ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പോലീസ് രാവിലെ മുതൽ തന്നെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് കണമല ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു. വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. നാട്ടുകാർ ആലപ്പാട് ജംഗ്ഷനിൽ നിന്നും രാവിലെ 10:15 കൂടി സംഘടിച്ചെത്തി കണമല സ്റ്റേഷനിലേക്ക് എത്തി അവിടെ കുത്തിയിരുന്ന് ഉപരോധിക്കുകയാണ്. സ്റ്റേഷൻ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. നാട്ടുകാരും പോലീസും തമ്മിൽ വാക്കുതർക്കവും ഉന്തും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. നിലവിലെ പത്തനംതിട്ട MP ആന്റോ ആന്റണിയും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. ആന്റോ ആന്റണിയും ഫോറസ്റ്റ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ഇതിനിടയിലേക്കാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായത്. വലിയ വാക്കുതർക്കമാണ് നാട്ടുകാരും വനപാലകരും പോലീസും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശാശ്വതമായ പരിഹാരം ഈ പ്രശ്നത്തിന് ഉണ്ടാകണം. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തേണ്ട വനം വകുപ്പ് ഈ കാര്യത്തിലൊക്കെ കൃത്യവിലോപം നടത്തുകയാണ്. മാത്രവുമല്ല, കൃത്യമായി നാട്ടുകാർ മുന്നോട്ട് വെക്കുന്ന ചില പരിഹാര നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ പോലും പരിഹരിക്കുന്നില്ല. കൃഷിയിടങ്ങൾ വ്യാപകമായിട്ട് കാട്ടാനയും കാട്ടുപോത്തും കാട്ടുപന്നിയും അടക്കമുള്ള മൃഗങ്ങൾ മിക്കവാറും ഇറങ്ങി കൃഷിനാശം വരുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ സാഹചര്യങ്ങൾക്കൊക്കെ പരിഹാരം ആവശ്യപ്പെട്ടിട്ടും നടപടിയൊന്നും ഉണ്ടാകാത്ത സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ദാരുണമായിട്ടുള്ള മറ്റൊരു സംഭവം കൂടെ ഉണ്ടായിരിക്കുന്നത്. ഒരു മനുഷ്യജീവൻ നഷ്ടമായിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ പുലർച്ചെ തന്നെ 3 മണി മുതൽ 6 മണി വരെ അവിടെ ബിജുവിന്റെ വീടിന് സമീപത്തേക്ക് എത്തിയ നാട്ടുകാർ, ഓടിക്കൂടിയ നാട്ടുകാർ, പെട്ടെന്ന് സംഘടിച്ചെത്തിയ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു. അവർ മൃതദേഹം ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറ്റാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാവിലെ പ്രതിഷേധിച്ചത്. പിന്നീട് കളക്ടറും SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാട്ടുകാരുമായിട്ട് സംസാരിച്ചു. അടിയന്തരമായിട്ടുള്ള ധനസഹായം പ്രഖ്യാപിക്കാം, ഒപ്പം തന്നെ മറ്റ് ധനസഹായം, കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ധനസഹായം, ബിജുവിന്റെ മകന് സർക്കാർ ഉദ്യോഗം അടക്കമുള്ള കാര്യങ്ങളിൽ കളക്ടർ ഉറപ്പു നൽകി. അതിനുശേഷമാണ് ഇവിടെ നിന്നും മൃതദേഹം രാവിലെ നീക്കാൻ നാട്ടുകാർ സമ്മതിച്ചത്. ആ പ്രതിഷേധം താൽക്കാലികമായി അവിടെ സമാപിച്ചുവെങ്കിലും നാട്ടുകാർ കൃത്യമായി അറിയിച്ചിരുന്നു, രാവിലെ തന്നെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധമുണ്ടാകും. അത് അടിയന്തരമായിട്ട് ശാശ്വത പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരിക്കും ഉണ്ടാകുക എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. അത് കൃത്യമായിട്ട് നാട്ടുകാർ വലിയ രീതിയിൽ സംഘടിച്ചെത്തിയ ഒരു പ്രതിഷേധം തന്നെയായി മാറിയിരിക്കുന്നു. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവർ ആവശ്യപ്പെടുന്നത് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത, അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഈ പ്രശ്നം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്ക് എന്തെങ്കിലും പരിഹാര നടപടികളുമായിട്ട് ഈ പ്രദേശത്തേക്ക് വരാത്ത വനപാലകർക്കെതിരെയുള്ള, വനം വകുപ്പിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണത്. കൃഷിയിടങ്ങളിൽ വ്യാപകമായി കൃഷിനാശം ഉണ്ടാകും, നഷ്ടപരിഹാരമൊക്കെ ആവശ്യപ്പെട്ട് വനം വകുപ്പിനെ സമീപിച്ചിട്ടൊന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. നഷ്ടപരിഹാര തുക പല തവണകളായിട്ട് മൃഗങ്ങൾ കൃഷിനാശം വരുത്തിയ സംഭവങ്ങളിൽ നഷ്ടപരിഹാര തുക ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതെല്ലാം മുടങ്ങിക്കിടക്കുന്നു. ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത വനം വകുപ്പിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം തന്നെയാണ്. മിഥുൻ, അതാണ് കാരണം. കാടിനുള്ളിൽ ജലലഭ്യത കുറയുന്നു, വേനൽ കടക്കുകയാണ്, ഭക്ഷണ ദൗർബല്യം, അതുകൊണ്ടാണ് ദൗർലഭ്യം ഉണ്ടാകുന്നത് കൂടിയാണ് ഈ വന്യമൃഗങ്ങൾ മനുഷ്യവാസമുള്ള മേഖലകളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അത് ഇനിയും കൂടാനാണ് സാധ്യതയും. മിഥുൻ സൂചിപ്പിച്ച പോലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിലെ ഈ ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഒരുപക്ഷെ ശാശ്വത പരിഹാരം എന്നുള്ളത് എത്രയോ കാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ്. പക്ഷെ ഓരോ ജീവനുകൾ നഷ്ടമാകുമ്പോഴും ഇത്തരത്തിലെ പ്രതിഷേധം കടുക്കുന്നു, കുറച്ചു കഴിയുമ്പോൾ അതിന് അയവ് വരുന്നു എന്നുള്ളതല്ലാതെ വനവകുപ്പ് കൃത്യമായ ഒരു നടപടി എടുക്കുന്നില്ലല്ലോ. തീർച്ചയായും ലക്ഷ്മി, ഒളികൾ, ബൗണ്ടറി, ആർക്കേമണ്ണ്, ചെമ്പരത്തിമൂട്, തണ്ണിത്തോട് തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്ന തുലാപ്പള്ളി അടക്കമുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായിട്ടാണ് വന്യമൃഗങ്ങളുടെ ഭീഷണി ഉണ്ടാകുന്നത്. കാട്ടാന, കാട്ടുപോത്ത്, മറ്റ് കാട്ടുപന്നി തുടങ്ങിയവയുടെ ശല്യം ഈ പ്രദേശങ്ങളിലെല്ലാം നിരന്തരമായിട്ട് ജനങ്ങൾ നേരിടുന്നുണ്ട്. കൃഷിനാശം വ്യാപകമായി ഉണ്ടാകുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ തന്നെ പരിഹാര നിർദ്ദേശങ്ങളുമായിട്ട് വനം വകുപ്പിനെ സമീപിക്കുന്നു. ഫെൻസിങ് കൃത്യമായിട്ട് അത് സജ്ജമാക്കണം. ഒപ്പം തന്നെ ഈ സോളാർ വിളക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് കാടിനും ജനവാസ മേഖലകൾക്കും ഇടയിലുള്ള വഴികളിലെല്ലാം സോളാർ വിളക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നതിനുള്ള
തടയിടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ നാട്ടുകാർ തന്നെ വനംവകുപ്പിന് മുന്നിലേക്ക് നിർത്തിയിട്ടും അതിനൊന്നും ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ഈ വീടിന് സമീപത്തെ വാഴത്തോട്ടത്തിലെത്തിയ കാട്ടാന ഈ വാഴയും തെങ്ങുകളും നശിപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് ബിജു പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങി ആനയെ തിരികെ കാട്ടിലേക്ക് തുരത്തി ഓടിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ ആന ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. തൊട്ടുപുറകെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയ അദ്ദേഹത്തിന്റെ ഭാര്യ കാണുന്നത് ഈ ആന ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ്. ആന ചിഹ്നം വിളിച്ചുകൊണ്ട് വീണ്ടും പരിഭ്രാന്തി അവിടെ സൃഷ്ടിച്ചുവെന്നും ഭാര്യ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആവർത്തിച്ചുണ്ടായ സംഭവം തന്നെയാണ്. ഈ ആന ഈ വീടിന്റെ പ്രദേശത്തേക്ക്, വീടിനും സമീപത്തുള്ള പ്രദേശത്ത് തുലാപ്പള്ളിക്കും സമീപ പ്രദേശങ്ങളിലെല്ലാം കാട്ടാന ഇറങ്ങുന്ന സാഹചര്യങ്ങൾ നേരത്തെയും സമീപ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ ബിജു തന്നെ ആനയെ തിരികെ കാട്ടിലേക്ക് മടക്കി അയക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. തുരുത്തി ഓടിക്കുന്ന ഒരു ആളുമായിരുന്നു ബിജു. അതുകൊണ്ട് തന്നെയാണ് ഈ ശബ്ദം കേട്ട ഉടനെ പുറത്തേക്ക് ഇറങ്ങുകയും വന്യജീവിയെ തിരികെ കാട് കയറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ബിജു നടത്താൻ ഒരുങ്ങിയതും. പക്ഷേ അതിനിടയിലാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ഓടിക്കൂടിയ നാട്ടുകാർ പുലർക്കാലത്ത് തന്നെ പ്രതിഷേധം നടത്തി. അതിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥരെത്തി ഉറപ്പ് നൽകി, അടിയന്തര ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉറപ്പ് നൽകി. ഇനി മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഈ ദിവസം മുഴുവൻ പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു ഉറപ്പ് നാട്ടുകാർ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും പ്രധാനമായും ഈ ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകുകയും ചെയ്തത്. പക്ഷേ ഈ നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം വേണം, ഇനിയും ഒരു മനുഷ്യജീവൻ കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന ആവശ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി തന്നെ ഈ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.